ചേട്ടാ ഏതാ സിനിമ? ഓക്കെ. പൃഥ്വിരാജ്, തിലകന്റെ മകൻ, ക്യാമറ ടെക്നിക് എക്സലന്റ്, എഡിറ്റിംഗ് വെരി ഗുഡ്. ഇതാണ് ജോച്ചെ അഭിനയിക്കുന്ന പടം. ഈ പടത്തിൽ ജോച്ചെ അഭിനയിച്ചാണ്ടില്ല, അവാർഡ് വാരും. അടിപൊളി പടം, കലകിണ്ട്. ഓക്കെ, ദിസ് ഈസ് ജോച്ചെ ചാലക്കുടി. അടിപൊളിയടാ. ഇതാണ്, ഇങ്ങനെയാണ് പടങ്ങൾ പിടിക്കുന്നത്. ഗോഡ് ലൈഫ്, പൃഥ്വിരാജ് രണ്ടും നമ്പർ വൺ. ഇങ്ങനെയുള്ള പടങ്ങൾ ഗംഭീര പടം, സൂപ്പർ. അടിപൊളിയാട്ടോ, ഒന്നും പറയില്ല, അമർത്തി. അടിപൊളിയായിരുന്നു. മാസമാണ്, റൊമാൻറ്റിക്കുമാണ്, എല്ലാം ആണ്. അടിപൊളി, സൂപ്പറായിട്ട് സംവിധായകൻ സൂപ്പറായിട്ട്, മ്യൂസിക് അടിപൊളിയാണ്, സൂപ്പറാണ്. പടം എങ്ങനെയുണ്ടായിരുന്നു? വീട്ടിലാണ്, ഇതൊക്കെയാണ് പടം. കണ്ടിട്ട് പറ, ഭയങ്കര ഇമോഷണലാണ്. സച്ചിയേട്ടൻ്റെ എല്ലാം കൂടെ ഓവർവെൽമിങ്, ഭയങ്കര നല്ല റെസ്പോൺസാണ്. ഇനി ഓഡിയൻസ് കാണണം. സോ ഹാപ്പി, താങ്ക് യു സോ മച്ച്. ഓ അടിപൊളിയായിരുന്നു. ഉദ്ദേശിച്ച സ്ഥലത്തെല്ലാം കയ്യടിയും ഇൻവോൾവ്മെൻറ്റും ഉണ്ടായിരുന്നു. കുറച്ച് ഇമോഷണലാണ്. താങ്ക് യു. മൊത്തത്തിൽ ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ ഒരു 4 വർഷത്തെ ജേണിയാണ്. ഒരുപാട് അപ്രതീക്ഷിത കാര്യങ്ങൾ നമ്മൾ ഷൂട്ടിങ്ങിന് പല സമയത്തും ഡിലേ ആയെങ്കിലും നമ്മൾ പ്രൊഡക്റ്റ് ഭയങ്കര രസമായിട്ട് ഇതിനേക്കാൾ ഒരുപാട് എല്ലാവരും നല്ലൊരു ബെസ്റ്റ് പെർഫോമൻസ്. അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി. സമയത്തിൽ അദ്ദേഹമായിട്ടുള്ള സീൻ സൂപ്പർ. നത്തിങ് ടു സേ. അത് വലിയ എന്തായാലും നല്ലൊരു വർക്കായി. എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ട് സിനിമ? നന്നായിരുന്നു. എങ്ങനെയുണ്ട് ബ്രോ സിനിമ? എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ? എങ്ങനെ സിനിമ?
ചേട്ടാ സിനിമ ഉണ്ടായിരുന്നു നല്ല സിനിമ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് മൊത്തത്തിൽ പ്രേക്ഷകരൊക്കെ വർക്കൗട്ട് ആയപോലെ തോന്നുന്നു ഒരു ഗ്യാപ്പാണ് അവരെ വെയിറ്റ് വരാം ഒരു ഗ്യാപ്പാണ് ക്ലീൻ ചെയ്യണം ആ സ്റ്റെപ്പിന് അവിടെ 3 3 ലെയറുണ്ട് അവിടെ പോയാൽ അവിടെ താഴെ എല്ലാം മൊത്തം അടിയാവും പ്രേക്ഷകരുടെ കണ്ടപ്പോൾ എങ്ങനെയുണ്ട്? ഓ അടിപൊളി. ഇത് എനിക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വെരി ഹാപ്പിയാണ്. കുറേ കാലം കാത്തിരുന്നതാണ് പടം കാണാൻ. നിങ്ങളൊന്ന് കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? നിങ്ങളെല്ലാവരോടും പറയണം തിയേറ്റേഴ്സിൽ തന്നെ വന്ന് കാണാൻ. ഈ ഒരു 4 വർഷത്തെ ഒരു ഹാർഡ് വർക്കാണല്ലോ, അത് മൊത്തത്തിൽ വർക്കായെന്ന് തോന്നുന്നുണ്ട് സ്ക്രീനിൽ പ്രേക്ഷകരോടെ കണ്ടു കഴിഞ്ഞപ്പോൾ. ഐ മീൻ നിങ്ങളാണ് പറയേണ്ടത്. ബട്ട് എനിക്കിപ്പോൾ റൈറ്റ് നൗ എനിക്ക് ഹാപ്പിനെസ് ആണ്, ഒരു എക്സ്ട്രീം ഹാപ്പിനെസ് ആണ്. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയുന്നത്. വളരെയധികം താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് വാച്ചിങ്. ഇപ്പോൾ രാജുവേട്ടനെ ഇത്ര നാൾ കാണാൻ ഒരു മാസ് മസാല എൻ്റർടൈനറാണല്ലോ പടം. അപ്പോൾ അങ്ങനെ ഒരു പടത്തിൻ്റെ ഭാഗമായാലും എന്തും സന്തോഷം. ഓ വളരെയധികം സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഹ്യൂജ് ഒരു മൂവിയുടെ ഭാഗമാവുന്നത്. സോ വെരി ഹാപ്പി. ഇറങ്ങി ജയിച്ചായിട്ടാണെങ്കിലും ഭയങ്കര മോശമാണ്. അപ്പോൾ താങ്കളോട് എന്താണ്? വളരെയധികം സന്തോഷം. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതൊരു ആക്ടറിൻ്റെ ഭാഗ്യമാണ്. ഭയങ്കര ഹാപ്പിയാണ്. എന്താ ഇനി കാണാനുള്ള ഓഡിയൻസിനോട് പറയാമോ? തിയേറ്ററിൽ വന്ന് പടം കാണും, അഭിപ്രായം പറയും. അകത്തുനിന്ന് ആൾക്കാർ ഇറങ്ങാൻ പറ്റും. ഓക്കെ കണ്ടിറങ്ങി പ്രേക്ഷകർ നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് പറയുന്നത്. ചേച്ചി പറഞ്ഞ ക്യാരക്ടർ വെച്ചപ്പോൾ എത്രത്തോളം പേടിയുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഇതൊക്കെ പറയാൻ അയ്യോ വളരെയധികം സന്തോഷം. ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഇന്ന് വന്ന് പടം കാണാൻ പറ്റും. കുറച്ച് കാലത്തിൻ്റെ കാത്തിരിപ്പായിരുന്നു ലൈഫ്. അപ്പം ഇന്ന് തിയേറ്ററിൽ ഫൈനലി കാണാൻ പറ്റി. നിങ്ങളുടെ എല്ലാവരോടും കാണാൻ പറ്റി. ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. എല്ലാവരും തിയേറ്റേഴ്സിൽ പോയി കാണാൻ പറയണം. എന്താണ് കണ്ടിട്ട് അഭിപ്രായം പറയൂ. ഇപ്പോൾ ഒരുപാട് നമ്മൾ കാത്തിരുന്നതിന് ശേഷമാണ് ഈ സിനിമ വന്നത്. അപ്പോൾ രാജുവിൻ്റെ നല്ലൊരു മാസം കിട്ടി. അല്ലെങ്കിൽ രാജുവിന് എപ്പോഴും നമുക്ക് മാസത്തിൽ ക്യാരക്ടേഴ്സ് വന്നാലും ഒരു വെറൈറ്റി മാസങ്ങളാണ് എപ്പോഴും കിട്ടുന്നത്. അപ്പോൾ ഈ സിനിമയിൽ നമുക്ക് അത്തരത്തിലൊരു മാസം കിട്ടും. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ അതുകൊണ്ട് അതിന് കുറച്ച് ഇമോഷൻസ് നൽകുന്ന ഒരു ക്യാരക്ടറാണല്ലോ ചേച്ചി. അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ അഭിനയിച്ചപ്പോൾ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. അയ്യോ എന്തോ വാക്കുകൾ കൊണ്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഏതൊരു ആക്ടറിൻ്റെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഇങ്ങനത്തെ ഒരു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ അത് എന്താ പറയുക, പുള്ളിയുടെ രീതിയിൽ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ നല്ല ത്രില്ലിംഗ് ആണ്, ഗ്രിപ്പിംഗ് ആണ്, ഇമോഷണൽ കണ്ടിന്യൂറ്റിയും പരിപാടി അങ്ങനെ കുറേ ഉണ്ട്. എനിക്ക് വളരെ വർക്കായി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞാൻ കരുതുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. നൈസ് പടമാണ്. ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവലാണ്. നമ്മളൊന്നും എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത്. ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഉഗ്രനാണ്, ഒട്ടും പ്രതീക്ഷിക്കില്ല. സോ രാജേട്ടൻ മാസം അതിനെ പറ്റി എന്ത് പറയാം, രാജേട്ടൻ പണ്ടേ പൊളിയല്ലേ. ഒന്നും പറയാനില്ല. കരഞ്ഞുപോയി. നല്ല പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും. എവ്രി വൺ വാസ് ഡൂയിങ് ദർ പാർട്ട് ഇൻ എ റിയലി നൈസ് വേ. സോ റിയലി തിയേറ്ററിൽ തന്നെ പോയി കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു മൂവിയാണ്. റിയലി സപ്പോർട്ട് ദിസ് മൂവി. എല്ലാ മൂവിയും സപ്പോർട്ട് ചെയ്യുക. ചേട്ടൻ എന്താ നിങ്ങൾ കണ്ടല്ലേ പടം? പെർഫോമൻസ് കണ്ടല്ലേ? ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവല്. എല്ലാവരും പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. അടിപൊളി പെർഫോമൻസ് ആണ്. ഷമ്മിച്ചേട്ടനൊക്കെ മൈൻഡ് ബ്ലോയിങ്. അദ്ദേഹത്തിന്റെ ഞാൻ അദ്ദേഹത്തിന്റെ കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിനയിക്കുന്ന തന്നെ ഭയങ്കര
ത്രില്ലിംഗ് ആണ്. അദ്ദേഹത്തിന് ഇത്ര എക്സ്പീരിയൻസ് കൊണ്ട് കുറേ പഠിപ്പിച്ചു തരും. പിന്നെ കുറേ വേരിയേഷൻസും ഡയലോഗിൻ്റെ എന്തെങ്കിലും ഒരു ഡബിങ്ങിന് കൂടെ അദ്ദേഹം എന്നെ കുറേ സഹായിച്ചു. അടിപൊളിയാണ്, അടിപൊളി മനുഷ്യൻ. ആൻഡ് ജയൻ താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് സച്ച് ആൻ ഓപ്പർച്യൂണിറ്റി. ആൻഡ് ഗ്രേറ്റ്. എല്ലാവരും കാണാം, കിടിലോ. നന്നായിരുന്നു. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ആസ് എൻ ആക്ടർ ആൻഡ് ആസ് എ പേഴ്സൺ ഞാൻ ഭയങ്കര അധികം ഹാപ്പിയാണ്. നെക്സ്റ്റ് പ്രൊജക്ട് എന്തെങ്കിലും മലയാളത്തിലല്ല, വേറെ ലാംഗ്വേജിലാണ്. അത് ഞാൻ വഴിയെ അനൗൺസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു. അവിടെയാണ് ഓഡിയൻസിനോട് കണ്ടു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് പറയും. എൻ്റെ ചൈതന്യം നിരന്തരമായ കഥാപാത്രം വിശ്വസിച്ച് രാജേഷ് ടീമിനോട് എത്ര നന്ദി പറഞ്ഞാലും ആക്ച്വലി പിന്നെ ഇതിൻ്റെ പൃഥ്വിരാജിൻ്റെ ഇപ്പോഴും ഒരു മാസ് എലിവേഷൻ ഇതിൻ്റെ ഒരു കുറച്ചുകൂടി കഥയും കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു എങ്ങനെയായിരുന്നു ശബ്ദത്തിലൊക്കെ പൃഥ്വിരാജിനോട് കോമ്പിനേഷൻ എങ്ങനെയാണ്? രണ്ടുപേരും എക്സ്ട്രീം ലെവൽ ആക്ടേഴ്സാണ്. അവർ കൊടുക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെ എക്സ്ട്രീം അവർ രണ്ടുപേരും കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ ഒരു നായിക പ്രിയമത ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മുടെ ഓരോരോ ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, അനുമോഹൻ ആയിക്കോട്ടെ, എല്ലാവർക്കും അവർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി എന്താ പറയുക, ഇതൊരു ആക്ടേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ചലഞ്ചാണ്. ഒരു ഡയറക്ടറിനെ സംബന്ധിച്ച് ഒരുപാട് ചലഞ്ചുകൾ ഫേസ് ചെയ്തിട്ടാണ് ഈ പടം അവർ ഫിനിഷ് ആക്കിയത്. സോ ഡെഫിനറ്റ്ലി ഇതൊരു വിൻ വിൻ സിറ്റുവേഷനാണ് എല്ലാവർക്കും കൂടി. സോ ഒരു ആക്ടർ, ഡയറക്ടർ എല്ലാം കൂടി വർക്കായിക്കണം. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്ത് പറയണം. ഇത്രയും മാസ് ബീജിയം അടുത്തിടെ ഒരു സിനിമയിൽ വന്നിട്ടുണ്ടാവും സംശയമാണ്. സോ എല്ലാം കൊണ്ടും ഒരു കംപ്ലീറ്റ് കൊമേഴ്ഷ്യൽ പാക്കേജ്. അതെ, നല്ല ഫാമിലി മൂവിയാണ്. നമുക്ക് കൂടുതലും യൂത്തിനൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം നല്ല ഫൈറ്റ് സീക്വൻസ് ഒക്കെ നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് എവറി കാറ്റഗറി വിൽ ലവ് ദിസ്. അങ്ങനെ ഇന്ന കാറ്റഗറി നോക്കാം. എൻജോയ്. വിലായത്ത് ബുദ്ധ ഒരു നോവലായിട്ടാണെങ്കിലും അങ്ങനെ ഒരുപാട് പ്രതീക്ഷ നൽകിയ ഒരു സിനിമയാണ്. മെയിനായിട്ട് പൃഥ്വിരാജ് ഷമ്മിത്തിലേൻ പോകുമ്പോഴാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനകത്ത് അത് നന്നായിട്ട് സിനിമയ്ക്കകത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് നമുക്കൊരു സ്ലോ പേസിലാണ് തുടങ്ങിയത്. ഈ കഥാപാത്രങ്ങൾ എന്താണെന്ന് നമുക്ക് പരിചയപ്പെടുത്തുന്ന ആ സമയം കുറച്ച് ലെങ്തി ആയിട്ട് തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് കടന്ന് ഈ ഷമ്മിത്തിലേൻ പൃഥ്വിരാജ് തമ്മിലുള്ള ഇഷ്യൂ വന്നപ്പോൾ പടം നല്ല പേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നായികയും ഗംഭീര പെർഫോമൻസാണ് സിനിമയിൽ. അത് അവസാനത്തെ ഒരു 20 മിനിറ്റ് ശരിക്കും നായികയുടെ ഒരു തീരുമാനമാണ് സിനിമയുടെ ഒരു കഥാഗതി തന്നെ മാറ്റിമറിച്ചത്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടെക്നിക്കലി അടിപൊളിയായിട്ടുള്ള ഒരു എബവ് ആവറേജ് നിൽക്കുന്ന സിനിമയായിട്ടാണ് തിയേറ്ററിൽ കണ്ടിരിക്കുന്ന എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു സിനിമയായിട്ടാണ് വിലായത്ത് സിനിമ കണ്ടിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണോ? വേറെ എന്താ പറയാനുള്ളത്? സുഖമാണോ? ചെയ്യണോ? അപ്പച്ചിനോട് ചോദിക്കണോ? അപ്പച്ചിനോട് ചോദിക്കണോ? പേര്, സിനിമയുടെ പേര് അപ്പച്ചിനോട് ചോദിക്കണോന്ന് എല്ലാ ആൾക്കാരും എവിടെ നേരത്തെ പറഞ്ഞല്ലോ. ഏത് പടം കണ്ട്? പടം ഷർഫുദ്ദീൻ്റെയാണ്. അപ്പം അവിടെ പുതിയ പടം വരാനുള്ള പടമാണ്. ഓക്കെ. മോളിപ്പോ ഏത് പടം കണ്ട്? എങ്ങനെ ഇഷ്ടമായോ? രാജേഷ് ഫൈറ്റ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? അവരെല്ലാവരും. അപ്പോൾ അത് ഇപ്പം തിയേറ്ററിലേക്ക് വന്നപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് മാറ്റി നിർത്തിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മാസ് മൂവിയാണ്. എല്ലാവരും വരിക, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറച്ചൊരു എനിക്കൊരു ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തു. അത് മാറ്റി നിർത്തുകയാണെങ്കിൽ ടോട്ടലി ഫിലിം ഭയങ്കര എൻ്റർടൈനിങ് ആണ്. പിന്നെ അദ്ദേഹത്തിന് ഷമി തിലകൻ്റെ ക്യാരക്ടർ ഇതിൻ്റെ അകത്ത് ഭയങ്കര രസമായിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തിനെയാണ് കൂടുതലായിട്ട് പുകഴ്ത്തി പറയാനുള്ളത്. പൃഥ്വിരാജിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു?
പൃഥ്വിരാജിന്റെ പെർഫോമൻസ് നമ്മൾ എപ്പോഴും കാണുന്ന ആളാണല്ലോ. അദ്ദേഹം എപ്പോഴും മാസ് ചെയ്യുന്ന ആളാണ്. ഷെമീനെ നമ്മൾ എപ്പോഴും ഒരു വില്ലൻ സ്റ്റൈലിലാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇതിൻ്റെ അകത്ത് നമുക്ക് വില്ലൻ എന്നൊന്നും പറയാൻ പറ്റാത്ത, നമ്മളിലൂടെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഭയങ്കര ഡെപ്തിലേക്ക് ഇറങ്ങുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിൻ്റെ. താങ്ക് യു. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. മണ്ണിൻ്റെ തന്നെ പോയി കണ്ട് പറയും. ബിക്കോസ് ഞങ്ങളെല്ലാവരും വെരി ഹാപ്പിയായിട്ടുള്ള കാര്യം നമ്മൾ കുറേ അധികം വെയിറ്റ് ചെയ്തിട്ട്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. സിനിമ വിലായത്തൂതല്ലേ നല്ല സൂപ്പറായിട്ടുണ്ട്. കാരണം ഇത് ഒരുപാട് ടീമിൻ്റെ, അതായത് ഇപ്പോൾ ജയൻ നമ്പ്യാർ എന്ന് പറഞ്ഞ ഡയറക്ടർ ഒരുപാട് എഫക്റ്റ് എടുത്ത സിനിമകളാണ്. നമുക്ക് അത് കാണുമ്പോൾ നമുക്കറിയാം. കാരണം അത്രയ്ക്ക് എഫക്റ്റിലെടുത്തൊരു സിനിമ നമ്മൾ മറയൂരിൻ്റെ പശ്ചാത്തലത്തിൽ പൃഥ്വിരാജിനാണ്. അത് പൃഥ്വിരാജ് ഇതിൽ സുന്ദരനായിട്ടുള്ള പൃഥ്വിരാജല്ല. കാരണം ഇതിലൊരു കാടിൻ്റെ മകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അതിൽ നായിക എന്തായാലും നല്ല എന്താ പറയണത്, ഒരു കാടിൻ്റെ പശ്ചാത്തലത്തിലെത്തിയ സിനിമ. ആ കഥാപാത്രങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ DOP പിന്നെ അതിൻ്റെ സംഘടനകൾ, ആക്ഷൻ, എനിക്കത് 3-4 പേരുണ്ട്, നന്നായിട്ടുണ്ട്. പിന്നെ ഗാനങ്ങൾ ഒക്കെ സൂപ്പറായിട്ടുണ്ട്. നമുക്ക് മറയൂരിൽ പോയ ഒരു പ്രതീതി നമുക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നി. കാരണം പിന്നെ ഇതിൽ പറയേണ്ടത് നമ്മുടെ ഷംലിത്തിന്, നമ്മുടെ തിലകൻ ഒരുപാട് മാനസികങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങൾ, ഓരോ ഡയലോഗ് പ്രസൻറ്റേഷൻ, നമ്മുടെ തിലകൻ ചേട്ടനെ ഒരുപാട് കൗരവങ്ങളൊക്കെ കണ്ട, അല്ലെങ്കിൽ തനിയാവർത്തനത്തിൽ കണ്ട, ഞാൻ മുൻകാലങ്ങളുടെ സിനിമയാണ് തിലകൻ ചേട്ടൻ. ഒരുപാട് കഥ അതിൻ്റെ ഒരു മാനസികങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മകന് ആ ഒപ്പിയെടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റി. ഏതായാലും ഷംലിത്തിലകൻ സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ നമുക്ക് പറയാമെന്ന് വെച്ചാൽ മലയാളത്തിൽ നായിക പ്രാധാന്യമില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. ഇതിൽ നായകനും നായിക തുല്യ പങ്കാളിത്തം അത് നായകർക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം നായികക്ക് നല്ലൊരു പ്രാധാന്യമാണ് കൊടുത്തത്. എന്തായാലും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നായിക, നമ്മൾ നരിവേട്ടൊക്കെ കണ്ട നായിക സുന്ദരിയാണെങ്കിൽ ഇതിൽ സുന്ദരി ഇല്ലാത്തൊരു നായിക, അത് വേണം നിഷേധിക്കുക. കാരണം നന്നായിട്ട് ഒക്കെ എടുത്ത് എല്ലാവരും, പൃഥ്വിരാജാകട്ടെ ഇതിലെ നായികയാകട്ടെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു സിനിമ മറയൂരിൻ്റെ പശ്ചാത്തലത്തിൽ. നമ്മൾ ചന്ദ്ര മരത്തിൻ്റെ ഇതാണ് പറയുന്നതെങ്കിൽ പടം സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയാണ്. പോലെ ഇഷ്ടപ്പെടുന്ന പടമാണ്. മാസം ഉണ്ടെന്ന് വെച്ചാൽ മാസമുണ്ട്, എന്താ സ്റ്റോറി ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെയുണ്ട്, ഇമോഷണലി ആവുന്ന അതുണ്ട്. എല്ലാം കൊണ്ടും കിട്ടില്ല പടമാണ്.